ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ നിഫ്റ്റിയുടെ ക്യാപ്ഷൻ കാണുന്ന പോലെ നിഫ്റ്റി 21,940 വരുന്നു എന്ന് പറഞ്ഞ് മാർക്കറ്റ് ഇനിയും വീഴുമെന്ന് പറഞ്ഞുള്ളൊരു വ്യൂ നിങ്ങൾ കണ്ടല്ലോ, ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സോ ഇന്നൊരു വല്ലാത്തൊരു വൃത്തികെട്ട മാർക്കറ്റായിരുന്നു. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നല്ലൊരു മൊമെൻറ്റ് തരികയും നമ്മുടെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഏകദേശം ഇന്ന് നമ്മൾ ഏകദേശം ഈ ഭാഗത്താണ് ഓപ്പൺ ചെയ്തത്. 22,270 250 ആ ഭാഗത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റി എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ, അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയും ഓൾമോസ്റ്റ് നമ്മൾ ഇന്നലത്തെ POC ആയ 22,177 സപ്പോർട്ട് എടുത്ത് ആശാൻ തിരിച്ച് കയറി 327 എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസ് സോണിൻ്റെ ആ ഭാഗത്തെത്തുകയും അവിടെ നിന്ന് കുറച്ചൊരു ബ്രേക്കൗട്ട് തന്ന് തിരിച്ച് താഴെ ഒറ്റ അടിച്ച് താഴേക്ക് ഇറങ്ങി ഓൾമോസ്റ്റ് ലോയിലാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഇന്ന് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. സോ നിഫ്റ്റിയിൽ നമുക്കിന്ന് മോർണിംഗിൽ നമുക്കൊരു ഫെയിൽഡ് ഓപ്ഷൻ വന്ന ഇന്നലെ ഈ ഒരു ലോയിൽ വന്ന ഇതൊരു ഫെയിൽഡ് ഓപ്ഷനായിട്ട് മൾട്ടി ഡേ ഫെയിൽഡ് ഓപ്ഷനായിട്ട് വരികയും അത് ഇന്ന് നമുക്ക് 22,330 എന്ന ആ ഒരു ടാർഗറ്റ് ലെവൽ തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നിഫ്റ്റി ആ ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം നമ്മുടെ ലൈവ് ട്രേഡിംഗ് റൂമിൽ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കുകയും അത് നല്ല പ്രോഫിറ്റുള്ള നമുക്ക് കരസ്ഥമാക്കാൻ പറ്റി. അതിനുശേഷം നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല, കാരണം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ടും പിന്നെ അതുകൂടാതെ നമ്മൾ ഇന്ന് വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് നമ്മൾ പിന്നെ അതിനുശേഷം ട്രേഡ് ചെയ്യാനൊന്നും പോയില്ല. ആ ട്രേഡ് ചെയ്ത് കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ സേവ് ചെയ്ത് മാറ്റി വെച്ചു. പക്ഷേ അത് നല്ലൊരു ഡിസിഷനായിരുന്നു, മാർക്കറ്റ് തെളിയിക്കുകയും മാർക്കറ്റ് അടിച്ചിറങ്ങുകയും ചെയ്തു. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം ഒരു ട്രെൻഡിങ് ഡൗൺ ആണ് ഇന്ന് കണ്ടത്. ട്രെൻഡിങ് അല്ല, ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് നിഫ്റ്റി കണ്ടത്. നമുക്കപ്പോൾ അതിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ അനലൈസിലേക്ക് ഇന്ന് നിഫ്റ്റിയിൽ വന്ന ഓർഡർ ഫ്ലോയിൽ വന്ന സെല്ലിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമുക്ക് ആദ്യം നോക്കേണ്ടത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനലൈസിലേക്ക് നമുക്കൊന്ന് പോവാം നിങ്ങൾക്ക് വേണ്ടി. അതെങ്ങനെയാണ് നമുക്ക് നോക്കാമല്ലോ. സോ നിങ്ങൾ ഈ കാണുന്നതാണ് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്. സോ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഡേ ആണ് വിത്ത് എ സ്പൈക്ക് ക്ലോസ് ആണ്. സോ ഇന്നലത്തെ നമ്മൾ ഏകദേശം 22,230 ഓപ്പൺ ചെയ്തു, 22,271 വരെ പോവുകയും 82 വരെ പോവുകയും തിരിച്ചിറങ്ങി ബി പീരിയഡിൽ ഇന്നലത്തെ POC വന്നു. സിയിൽ ഒരു 2 ടിക്ക് തന്നു. ആ 2 ടിക്ക് താഴെ വരികയും ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നു സിയിൽ. അത് ഡി പീരിയഡിൽ എയുടെ ഹൈ കട്ട് ചെയ്ത് 22,170 എന്ന് പറഞ്ഞ ഈ ഒരു ലോ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് തരികയുണ്ടായി നിഫ്റ്റിയിൽ. ആ ഫെയിൽഡ് ഓപ്ഷനാണ് ഇന്ന് ഫെയിലുവർ ആയിരിക്കുന്നത്. ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്നത് ഫെയിലുവർ ആയിരിക്കുകയാണ്. അതുകൊണ്ട് മാർക്കറ്റ് വീണ്ടും ആരുടെ കയ്യിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ്? സെല്ലറുടെ കയ്യിലേക്കാണ് നിഫ്റ്റി അകപ്പെട്ടിരിക്കുന്നത്. ഈ നിഫ്റ്റി ഇന്ന് IBയുടെ മുകളിലൊരു എക്സ്റ്റൻഷൻ തരികയും അത് പ്രകാരമുള്ള ഫസ്റ്റ് ടാർഗറ്റ് തരികയും അതിനുശേഷം I പീരീഡിൽ, അതായത് I എന്ന് പറഞ്ഞാൽ നമ്മൾ 12-12.25 G, 12.25 H, 1.4-1.25 എന്ന് പറഞ്ഞ ഇനിഷ്യേറ്റിംഗ് പീരീഡിൽ അതിൽ ഹ്യൂജ് സെൽ ഓഫ് വന്നു. ആ ഹ്യൂജ് സെൽ ഓഫ് വരികയും ഈ POCയും ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി ഏകദേശം ക്ലോസ് താഴോട്ട് വന്ന് 22,130 വരികയും അടുത്ത നിമിഷം തന്നെ K പീരീഡിൽ തിരിച്ച് 22,200 പോവുകയും തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്ന് ഏകദേശം 22,080 എന്ന് പറഞ്ഞ ലെവലിലാണ് നിഫ്റ്റി ഇപ്പം ക്ലോസ് ചെയ്തേക്കണം. ലാസ്റ്റ് ടിക്ക് വന്നേക്കണം ആ ലെവലാണ്. ആവറേജ് ക്ലോസ് നോക്കുമ്പോൾ പലതും മാറി വരാം, പക്ഷേ നിഫ്റ്റിയുടെ ക്ലോസിങ് ഈ ലെവലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഇന്ന് താഴെ മോളിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് തരികയും താഴെ സെക്കൻഡ് ടാർഗറ്റും തന്ന് അതിന് താഴെ അവൻ പോയിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് ഇന്നത്തെ ക്ലോസിങ് വിത്ത് എ VWAP ആൻഡ് POC അറൗണ്ട് 22,192 ലെവലിലാണ്. 185 VWAPും 192 ലെവലിലാണ് POC. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് ഈ വന്ന FA ഈ 22,170 വന്ന FA ഫെയിൽഡ് ആകുകയും അത് പ്രകാരം നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 21,940 ലെവലും വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ ഈ ഫെയിൽഡ് ഓപ്ഷൻ ഫെയിലിയർ ആയതുകൊണ്ട് നെഗറ്റീവ് കൊണ്ട് ആ ഒരു ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ എന്താണ് 21,940 നിഫ്റ്റി വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രകാരം ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. VWAPും POC ഏകദേശം 22,185 ഭാഗത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയതുകൊണ്ട് VWAPനാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമുക്ക് നാളെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ലെവൽ നോക്കാം. സോ സ്വാഭാവികമായിട്ട് മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ 22,089 തൊട്ട് 22,027 വരെയുള്ള ഈ ലോ ലെവൽ ഒരു സ്പൈക്ക് സോണാണ്. ഈ 22,027 താഴെ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് ആ സ്പൈക്കിൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പായ ആ ടാർഗറ്റും കിട്ടുവാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൂടാതെ നമ്മുടെ ഫെയിൽഡ് ഓപ്ഷൻ്റെ
ഫെയിലുവർ വന്നതുകൊണ്ട് ആ ഫെയിൽഡ് ഓപ്ഷൻ നെഗേറ്റീവ് ടാർഗറ്റായ 21,940 വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയും ഈ 21,940 താഴെ നിഫ്റ്റി നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ലൊരു ഷാർപ്പ് സെല്ലോപ്പ് വരുവാനും അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം അവനെ സംബന്ധിച്ച് ഈ 21,907 എന്ന ഈ ഒരു POC ലെവലും അതിന് താഴെ ഈ 21,794 എന്ന് വന്ന ഈ ഒരു സിംഗിൾ പ്രിൻറ്റിൻ്റെയും ഫെയിൽഡ് ഓപ്ഷൻ അന്ന് ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം 20 മാർച്ചിന് വന്ന ഈ ഫെയിൽഡ് ഓപ്ഷനും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ ഫെയിൽഡ് ഓപ്ഷൻ ലെവലായ 21,794 ആയിരിക്കും 21,907 താഴെ നിഫ്റ്റിയിലേക്ക് ഉണ്ടാകുന്ന അടുത്തൊരു ഒരു ലെവലെന്ന് പറയുകയാണെങ്കിൽ. സോ ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇന്നത്തെ POC അല്ലെങ്കിൽ VWAP ലെവലായ 22,185 മുകളിൽ മാത്രമേ ഇന്നിട്ട് ഒരു പ്ലേസ് നോക്കാവുള്ളൂ. അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നമ്മുടെ ഫസ്റ്റ് അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഇന്നത്തെ ഹൈ ആയ 22,250യും അതിന് മുകളിൽ ഈ 270 എന്ന് പറഞ്ഞ ലെവലും അതിന് മുകളിൽ ഈ ഒരു 22,327 വളരെയധികം ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നാളെ സംബന്ധിച്ച് നിഫ്റ്റിയിലൊരു സെല്ലിംഗ് പ്രഷറാണ് കാണുന്നത്. ഇത് മൗറീഷ്യസിലെ ടാക്സ് ട്രീറ്റി എടുത്ത് കളഞ്ഞത് പ്രകാരം നടന്ന ഒരു സെല്ലിംഗ് ആണെന്നാണ് നമ്മുടെ ഒരു സുഹൃത്തും കിട്ടിയിരിക്കുന്ന ഒരു വിവരം, എൻ്റെ ഡിയറസ്റ്റ് സുഹൃത്തിൽ നിന്ന് കിട്ടിയ വിവരം. സോ അത് പ്രകാരം മാർക്കറ്റിൽ നല്ലൊരു സെല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ 22,200 മുകളിൽ നിഫ്റ്റി പോയിട്ടില്ല എങ്കിൽ നിഫ്റ്റി ഇവഞ്ച്വലി ഒരു ട്രേഡിംഗ് ഡൗൺവേർഡ് മൂവിലേക്ക് വരികയും ഈ 21,940യും 21,907 അതിന് താഴെ 21,845 അതിന് താഴെ 21,794 വരാൻ ചാൻസ് ഉണ്ട്. 21,794 താഴെ 21,687 ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്തൊരു ഇമ്പോർട്ടൻ്റ്. ഇപ്പം വന്ന ഇൻഫോസിസിൻ്റെ റിസൾട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ റിസൾട്ട് വീക്കായി എന്നൊന്ന് ഒരു സ്ട്രീറ്റിൽ എക്സ്പെക്ടേഷൻ ഉള്ളത് കാരണം ഇൻഫോസിസിൻ്റെ ADR വന്ന് ഇപ്പോൾ 7% ഡൗൺ ആയി കിടക്കുകയാണ്. സോ നോർമലി നാളെ ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട്. നാളെ തന്നെ നമ്മൾ 21,940 ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ വളരെയധികം കൂടുതലാണ്. സോ ഇനി നമ്മൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ ഓർഡർ ഫ്ലോയുടെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിഫ്റ്റിയിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. നമ്മളെ സംബന്ധിച്ച് നമ്മളെ നിഫ്റ്റിയിലെ ഒരു ട്രേഡ് നമ്മളിന്ന് മോർണിംഗിൽ വന്നായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മളെ മോർണിംഗ് സെക്ഷനിൽ മാർക്കറ്റ് ഏകദേശം ഇവിടെ ഈ ഭാഗത്ത് വന്ന് റിജക്റ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങി വരികയും സി സൈഡിൽ ഒരു ഫെയിൽ ഓപ്ഷൻ തന്നു. അത് ഡീ പീരീഡ് തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഓൾമോസ്റ്റ് G തന്നെ കിട്ടുകയും ചെയ്തു. നിങ്ങൾ കണ്ടോ നോക്കാം, ഈ സമയത്താണ് നിഫ്റ്റി 22,328 തൊട്ട് 200 പോയിൻറ്റോളം ഈ ഒരൊറ്റ ക്യാൻഡിൽ അടിക്കുകയും ആ ക്യാൻഡിലെ വോളിയം നിങ്ങൾ കണ്ടറിയാം 48,934 ലോട്ടും ഈ ഡെൽറ്റ അഥവാ ക്യുമുലേറ്റീവ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡ് അഥവാ കോട്ട് എന്ന് പറയുന്നത് -7446 വേണം. അതിനുശേഷം ഈ ലെവലിന് മുകളിലുള്ള POC ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരികയും നിഫ്റ്റി നല്ലൊരു സെൽ ഓഫ് നടക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. അതുകൂടാതെ നിഫ്റ്റിയിൽ ലാസ്റ്റ് ഈ എൽ പീരീഡിൽ വന്ന ഒരു വോളിയം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, 54,000 ലോട്ട് അടുപ്പിച്ച് വോളിയം നടന്നിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും 22,060 എന്ന് പറഞ്ഞാൽ ഈ POC അല്ലെങ്കിൽ ഈ ഒരു POC 22,088 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പൈക്കിൻ്റെ ഒരു അപ്പോർഡ് മൂവ്മെൻറ്റ് മുകളിൽ വന്നെങ്കിൽ മാത്രമേ ഒരു ന്യൂട്രൽ വ്യൂവിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി 21,940 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് ചിലപ്പോൾ നാളെ തന്നെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ, നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് എളുപ്പത്തിന് വേണ്ടി മാർക്ക് ചെയ്യണമല്ലോ. സോ നിഫ്റ്റിയുടെ വ്യൂ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ലെവലൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഈ മൗറീഷ്യസിലെ ടാക്സ് ട്രീറ്റിയുടെ ഒരു ഇഷ്യൂ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം രീതിയിൽ ബാധിക്കും. സോ അത് നോക്കിക്കോളാം. നമ്മുടെ POC ലെവൽ എന്ന് പറഞ്ഞാൽ 22,185 വന്ന പറഞ്ഞ ഈ ഒരു ലെവലാണ് നമ്മുടെ POC എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഈ POC അഥവാ VWAP എന്ന് പറഞ്ഞ ഈ ഏരിയയിലേക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്. സോ താഴോട്ട് ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് താഴോട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പം അടുത്തത് 22,970 എന്ന് പറഞ്ഞാൽ 24,000 സൈക്കോളജിക്കൽ മാർക്കറ്റ് ആക്ട് ചെയ്യും. അതിന് താഴെ 22,941 അതിന് താഴെ ഈ ഒരു സപ്പോർട്ട് അതായത് ഞാൻ പറഞ്ഞു 22,901 അതിന് താഴെ 21,843 ഇതാണ് നമ്മുടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് മുകളിലോട്ടെന്ന് പറയുമ്പം ഇന്നത്തെ 186 എന്ന് പറഞ്ഞാൽ VWAPന് മുകളിൽ ഇനി അടുത്ത വരുന്നത് 22,250 എന്ന് പറയുന്ന ഈ ലെവല് അതിന് മുകളിൽ ഈ 270 എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. ആ ലെവൽ നമുക്ക് വളരെയധികം
ബാധിക്കും, ഈ പുൾ ബാക്ക് വന്ന ഈ ഭാഗത്തുള്ള ഹൈ. അതിന് മുകളിലാണെങ്കിൽ ഈ ഒരു ഇന്നത്തെ ഹൈ ആയ 327 ആണ്. ആ 27 എന്ന് പറഞ്ഞാൽ ആ ലെവൽ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. ഈ ഒരു ലെവൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ ഈ ഇന്ന് മോർണിംഗിൽ ഇവിടെ വന്ന ഈ ഭാഗത്ത് വന്ന ഫെയിൽഡ് ഓപ്ഷനായ 22,170 ഇവിടെയാണ് ഒരു ഫെയിൽഡ് ഓപ്ഷൻ നടന്നത്. സോ ആ ഫെയിൽഡ് ഓപ്ഷൻ ഫെയിലിയർ ആയതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് ആശാൻ ആ 170 താഴെ നിൽക്കുന്നിടത്തോളം കാലം 21,943 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെയിൽഡ് ഓപ്ഷൻ്റെ FAയുടെ ടാർഗറ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. FA ടാർഗറ്റ് ക്ലിയർ ആവുന്നുണ്ടല്ലോ. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ അനുമതി നോക്കാം. ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റി അവസ്ഥ നോക്കുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം 21,947 നിൽക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ഈ FAയുടെ ടാർഗറ്റ് അവൻ ഇപ്പം തന്നിട്ടുണ്ടാവും. സോ നാളത്തെ നമ്മളെ ഓപ്പണിംഗ് അതെന്താണെന്ന് ബാധിക്കും. അതുകൂടാതെ ഇൻഫിയുടെ റിസൾട്ട് വന്ന പ്രകാരമുള്ള ADR ഇൻഫോസിസിൻ്റെ ADR ഇപ്പോൾ നിൽക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ, ഞാനതിപ്പോൾ എടുക്കാം ഒന്ന് പറ്റും. ഇൻഫോസിസിൻ്റെ ലിമിറ്റഡ് ഇൻഫോസിസ് എന്നാണ് നമ്മുടെ ഇൻഫിയുടെ ADR ഇപ്പോൾ കാണിക്കുന്നത് ഓൾമോസ്റ്റ് 4.84. അത് ഏകദേശം ഇറങ്ങി 16 വരെ വന്നിട്ട് ഇപ്പം തിരിച്ച് 4.54% ഡൗണിലാണ് അവ നിൽക്കുന്നത്. സോ ഇത് കേരള ചാൻസ് കൂടുതലുണ്ട്. ഒരു റിസൾട്ടിൻ്റെ ഒരു വീക്കാണെങ്കിൽ കൂടെ ഇൻഫോസിസ് നല്ലൊരു വീക്കായി നാളെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 21,940 വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇനി നിഫ്റ്റിയുടെ ആ ഒരു വ്യൂവിലേക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് നമുക്ക് പോവാം. അത് നമുക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് അറിയാൻ വേണ്ടി. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ആശാൻ ഈ 21,47,180 താഴെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ വ്യക്തമായി പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് ഈ 47,243 എന്ന് പറഞ്ഞ ഈ ലെവലിൽ താഴെ അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം അവനെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലായ 46,763 എന്ന് പറഞ്ഞ ഈ ലെവലിലേക്ക് ഈ ഒരു പ്രിജിൻ POCയിലേക്കുള്ള ട്രെൻഡായിരിക്കും കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,243 മുകളിൽ നിന്നാൽ മാത്രമേ അവ ഇന്നത്തെ ഇന്നത്തെ HBN സോണായ 47,456 അതിന് മുകളിൽ ഈ ഒരു സിംഗിൾ പ്രിൻ്റായ 47,541 ഈ IPL നടന്ന സെല്ലിംഗ് ആണ്. അതിൽ ആ സിംഗിൾ പ്രിൻ്റ് 541 പിന്നെ ഈ POC ആയ 47,718 ടെസ്റ്റ് ചെയ്യുള്ളൂ. സോ 47,243 താഴെ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിന് നമ്മൾ ഈ പറഞ്ഞ 46,760 എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുക. ഇപ്പോൾ മാർക്കറ്റിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നടക്കുന്ന ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം 22,845, 22,517 അത് കഴിഞ്ഞ ശേഷം ഇന്ന് വന്ന 22,170 FA ഫെയിലിയർ ആവുകയും ചെയ്തു. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ സെല്ലറുടെ ഏരിയയിലാണ്. സോ മാർക്കറ്റിൽ നല്ലൊരു വോളിയം വരാതിരിക്കുന്ന കാലം മാർക്കറ്റ് ഒരു സെൽ ഓൺ റൈസ് റാലിയിലേക്കാണ് ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം. ഞങ്ങളെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിലായി ഞങ്ങളെ വീഡിയോ അയച്ചു കൊടുക്കുക. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.